മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് അല്പസമയത്തിനകം കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാകും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 1,00,000 പേർ അണിനിരക്കുന്ന മഹാറാലിയിൽ തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക മുഖ്യാതിഥിയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്താണ്? സമീർ, ശ്രീജിത്ത്, വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയമായി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മഹാറാലി കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്നാണ് ആരംഭിച്ച് പിന്നീട് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയപ്പോൾ ബീച്ചിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ റാലി ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി റാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് യൂത്ത് ലീഗിൻ്റെ ഈ ഒരു റാലി. പ്രമുഖരായ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, ഒപ്പം തന്നെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എംഎൽഎമാർ, എംപിമാർ ഉൾപ്പെടെയുള്ളവരും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യവും ഈ പരിപാടിക്കുണ്ട്. കൂടാതെ തെലങ്കാന മന്ത്രിയായിട്ടുള്ള ധൻസാരി അനസൂയ സീതക്കയാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്വേഷപരമായിട്ടുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടുള്ള താക്കീത്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള താക്കീത് എന്ന നിലയിൽ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് യൂത്ത് ലീഗ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 6 മാസമായിക്കൊണ്ട് വിവിധ തലങ്ങളിലുള്ള പരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ ഒരു സമാപനം കൂടിയാണ് ഇന്നത്തെ ഈ മഹാറാലി. ഏതായാലും വലിയ ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ റാലി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും. വലിയ ഒരു മുന്നൊരുക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടിയാണ് ഈ ഒരു പൊതുസമ്മേളനം. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള വൈറ്റ് ഗാർഡിന്റെ പരേഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസിന്റെ ടീം കൂടിയാണ് ഈ വൈറ്റ് ഗാർഡ്. ദുരന്ത നിവാരണ മേഖലയിൽ ഉൾപ്പെടെ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയും. അത്തരത്തിലുള്ള പരിശീലനം ലഭിച്ച വൈറ്റ് ഗാർഡിന്റെ പരിശീലനമാണ്, അവരുടെ പരേഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഈ പരിപാടിയുടെ പൊതുസമ്മേളനത്തിന് തുടക്കമാകും. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യൂത്ത് ലീഗിന്റെ മഹാറാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് തുടക്കമാവാൻ പോവുകയാണ്. ലീഗ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യമൊക്കെ പരിപാടിക്കുണ്ട്. 1,00,000 പേർ അണിനിരക്കും എന്നാണ് നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.